ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും ആദ്യം തന്നെ റമദാൻ കരീം. റമദാനിൽ മിക്ക വീടുകളിലും ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാത്ത വീടുകൾ ഉണ്ടാവില്ല. ഞാനിതിന് മുന്നേ 2 വർഷം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ഇതിലാണ് ഇപ്പോൾ അത് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഉന്നക്കായക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് വെക്കാം. പഴം കാണുമ്പോൾ അധികം പഴുത്തിട്ടില്ല എന്നാ തോന്നുക, പക്ഷെ ഇത് പുഴുങ്ങിയതിന് ശേഷമാണ് നമുക്കിത് മനസ്സിലാവുക അത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണെന്ന്. തൊലി അധികം കറുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 7 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പൊ ഇതാ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന്നെടുത്തിട്ട് മാറ്റാം. ഇത് ഒരുപാട് അങ്ങ് ചൂടാറാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചതക്കണ ആ ഒരു കല്ലുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. മുമ്പൊക്കെ അത് അമ്മിമ്മ ഇട്ടിട്ട് ഇങ്ങനെ അരച്ചെടുക്കുന്നത് കാണാം. മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കണ്ട, അപ്പൊ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും. പിന്നെ അത്യാവശ്യം പഴുത്തിട്ടുള്ള ഒരു പഴമാണ്. ഇതിലും പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്ത് അങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നല്ലോണം പഴുത്ത പഴയിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഓവറായിട്ട് പഴുത്തിട്ടില്ല, എന്നാലും സാധാരണ ഉന്നക്കായയുടെ ഒരു പഴുപ്പല്ല, അതിലേക്കും പഴുപ്പ് ഏറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് മയപ്പെടുത്തിയെടുക്കണം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പൊ പഴം ഇവിടെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കുക. ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയൊന്നും പഞ്ചസാര വേണ്ടി വരില്ല, എന്നാലും നമ്മൾ പൊടിച്ച് വെക്കാന്ന് വിചാരിച്ചാണ്. ഞാൻ ഇതിനെ പൊടിച്ചിട്ട് എടുക്കുന്നത്. എന്താ വെച്ചാല് എന്റെ കയ്യിൽ ഏലക്ക പൊടിച്ച് വെച്ചതില്ല, അപ്പൊ ഏതായാലും പഞ്ചസാരയുടെ കൂടെ അങ്ങനെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു 6 ഏലക്കയും ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ കാഷ്യൂനട്ട് ഓൾറെഡി ഫ്രൈ ചെയ്തതാണ് കിട്ടിയിട്ടുള്ളത്, എന്നാലും ആ ഒരു ഗീയുടെ ഒക്കെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് വഴറ്റിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതിന്ന് കോരിയെടുക്കുക. ഇതിലേക്ക് 1.5 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തികയായിക വരില്ലല്ലോ. അപ്പൊ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഫില്ലിങ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. വെറും തേങ്ങ മാത്രമാണെങ്കിൽ ഓരോരോ സ്ഥലത്ത് ഓരോരോ ടൈപ്പിലാവുമല്ലോ ചെയ്യുക. ഞാൻ ഇതിന് മുന്നേ ചെയ്തത് തേങ്ങ മാത്രമായിട്ടായിരുന്നു. ഇപ്പൊ ഞാൻ മുട്ടയെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 മുട്ട, 1 നുള്ളു ഉപ്പ്, 2 ടേബിൾ സ്പൂണ് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരന്ന് എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടൂട്ടാ. 1 ടേബിൾ സ്പൂണ് ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി തേങ്ങയിലോട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇത് ഫുൾ അങ്ങ് ചേർത്തിട്ടില്ല, ഒരു 2 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് മധുരം കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള്
ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മുട്ടയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഈ തേങ്ങയിലും കൂടിയിട്ട് ഒരു നുള്ള് ചേർത്ത് കൊടുക്കണം. തേങ്ങയും പഞ്ചസാരൊക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിപ്പോ ഇവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിന്റെ പാൻ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ചിലപ്പോ അടിയിൽ പിടിച്ചെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാനങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആക്കിയെടുക്കുന്നത്. കുറച്ച് അടികട്ടിയുള്ള സ്റ്റീൽ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കൂല. അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക. ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം എടുത്തിട്ട് അതിൽ നിന്ന് ആദ്യം ഓരോരോ ഉരുളാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കുക. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉന്നക്കായ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോ എടുത്തിട്ടുള്ള പഴം 5 എണ്ണാണ്. അത്യാവശ്യം വലിപ്പമുള്ള പഴം തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അളവിൽ നിന്ന് ഞാനൊരു 15 ഉന്നക്കായാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. വലിയ ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചെറുതാണെങ്കിൽ ഒരു 17 എണ്ണം വരെ ഈ ഒരു അളവിൽ നിന്ന് കിട്ടും. ഇനി ഞാൻ ഒന്നുകൂടി ഈസി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരു ഫോയിൽ പേപ്പർ വെച്ച് അതിൽക്കൊന്ന് ബട്ടറോ ഗീയോ തടവിയതിനു ശേഷം ഉരുള വെച്ച് അതിന്റെ മീതെ വേറൊരു ഫോയിൽ പേപ്പർ കൂടെ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഫോയിൽ പേപ്പർ വെക്കാതെയും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. മീതെ ഫോയിൽ പേപ്പർ വെക്കാതെയും കണ്ടിട്ടോ. അതും ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ ഓരോന്ന് പരത്തി വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. അതല്ലാതെ ഓരോന്ന് ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ ഇങ്ങനെ റോൾ ചെയ്തിട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിൽ തന്നെ ഫില്ലിങ് വെക്കുക. ഇതിമ വെച്ചിട്ട് തന്നെ നമുക്ക് ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ തീരെ ഒട്ടിപ്പിടിക്കുകയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് എടുത്താൽ മതി. കയ്യിൽ കുറച്ച് ഗീയൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. അധികം പഴുത്ത് പോയാലും നമുക്ക് പ്രശ്നമില്ല. ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്ക് റോൾ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ പരത്തി എടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ അത് ആദ്യം റെഡിയാക്കി വെച്ചാൽ മതി. ഇതിപ്പോ എനിക്ക് അതിനൊന്നും ആവശ്യം വന്നില്ല. ഇതിലും പഴുത്ത പഴമാണെങ്കിലാണ് ബ്രെഡ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരിക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കുക. മീതെ ഫോയിൽ പേപ്പർ വെക്കാതെയാണ് ഇത് പ്രസ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോഴും നല്ല ഒട്ടാതെ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഇതാ എല്ലാം റോൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫില്ലിങ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ബ്രെഡിന്റെ ഉള്ളിൽ വെച്ച് ചെയ്യാച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ പാൻ എടുത്തുള്ളത്. അപ്പൊ ഒരുപാട് ഓയിൽ വേസ്റ്റ് ആവില്ലല്ലോ വിചാരിച്ചാണ്. അപ്പൊ ഇതിലേക്ക് ഒരു 3 എണ്ണം ഇട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഓയിൽ അത്യാവശ്യം ചൂട് വേണം കേട്ടോ. നല്ല ചൂടുണ്ടായിക്കോട്ടെ. പഴം ഓൾറെഡി കുക്ക് ആയതാണല്ലോ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഞാനിപ്പോ ഒരു 6 എണ്ണം മാത്രമാണ് ഇന്നത്തെ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ. കാരണം സമൂസ എന്നും വേണം ഇവിടെ. അപ്പൊ അതിന്റെ കൂടെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഉന്നക്കായ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഓരോരുത്തരും ചെയ്യുന്നതിൽ. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.